അസാധാരണമായ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു ഗായകൻ. കഥയാണ് കേട്ടോ, ഒരു സിനിമയുടെ കഥയാണ്. അസാധാരണമായ കഴിവുണ്ടായിരുന്ന ഒരു ഗായകൻ. നല്ല സുമുഖനാണ്, നല്ല ശബ്ദഗാംഭീര്യം, നല്ല സംഗീതജ്ഞാനം, പാരമ്പര്യമായിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഭാഗവതരുടെ മകനാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് കിട്ടും. അവിടെ പോയിട്ടെല്ലാം പാടുമ്പോൾ നല്ല അഭിപ്രായം എല്ലാവരും പറയും. പക്ഷേ പ്രതിഫലം ഒന്നും കിട്ടുകയില്ല. ഒരു കാലത്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാടിക്കൊണ്ട് നടന്ന ഒരു ഗായകൻ്റെ വളരെയധികം കഴിവുകളുണ്ടായിട്ടും ഉയർച്ചയിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അങ്ങനെ ഉയർച്ചയിലേക്ക് പോയി വളരെയധികം ഉയർന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ കഴിവുള്ള ഗാനഗന്ധർവനായിട്ട് മാറിയ ഒരു ഗാനഗന്ധർവൻ ആയ ഒരാളുടെ കഥയാണ്. അപ്പം അയാൾക്കെതിരായിട്ട് പിന്നെ ഒരാൾ ഓപ്പോസിഷനായിട്ട് ഇയാളുടെ കഴിവുകേട് കൊണ്ട് അഹങ്കാരം കൊണ്ടും കുടുംബത്തിലെ അസ്വസ്ഥതകൾ, വൈവാഹിക ജീവിതം അത്ര സുഖകരമല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്ന അവിടുത്തെ അസ്വസ്ഥതകളും ഒക്കെ കാരണം കൂടുതൽ അഹങ്കാരമുണ്ട്. ഇതൊക്കെ കാരണം ഈ മനുഷ്യൻ പതനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ അയാളുടെ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തി പോയിട്ട് നശിച്ചു പോകുന്ന ഒരു കഥ. അങ്ങനെ ഒരു കഥയായിരുന്നു 1971 വന്ന വിലയ്ക്ക് വാങ്ങിയ വീണ. അത് കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയിരിക്കുന്ന ശ്രീകുമാരൻ തമ്പിയായിരുന്നു. ശ്രീകുമാരൻ തമ്പി രചിച്ച് ഭാസ്കരൻ മാഷാണ് അത് സംവിധാനം ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പടം ഇറങ്ങിയപ്പോൾ ഈ ഗായകന്റെ കഥയായതുകൊണ്ടും ഇങ്ങനൊരു ഗായകൻ വന്ന് ഗാനഗന്ധർവനായി തീരുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ന്യൂസുകളൊക്കെ ഫിലിം മാഗസിനുകളിലൊക്കെ വരുമ്പോഴത്തേക്കും അന്ന് ദോഷൈക ദൃക്കുകളുണ്ടല്ലോ, അവരിൽ പലരും പറഞ്ഞിരുന്ന ഒരു തമാശല്ല, അവർ വളരെ സീരിയസ് ആയിട്ട് ഗോസിപ്പുകൾ പടർത്തുമല്ലോ. അങ്ങനെ ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കിയ കൂട്ടത്തിലുള്ളൊരിതായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഗോസിപ്പായിരുന്നു ഇത്. യേശുദാസിൻ്റെ ജയചന്ദ്രൻ്റെ കഥയാണ്. യേശുദാസാണ് ഈ ഗായകൻ. ഇങ്ങനെ വളർന്നു വന്നിട്ട് ആ മനുഷ്യൻ ഭയങ്കര അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അന്ന് പറഞ്ഞിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പലരും അങ്ങനെ ചില ഗോസിപ്പ് കോളങ്ങളിലൊക്കെ എഴുതി വരികയൊക്കെ ചെയ്തിരുന്നു. ജയചന്ദ്രൻ വന്നതോടുകൂടി യേശുദാസ് ഔട്ടായി പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല എന്ന് കാലം തെളിയിച്ചല്ലോ. രസകരമായൊരു പടമായിരുന്നു. പടത്തിന് ഇച്ചിരി ലെങ്ത് കൂടി. ഈ ഗായകന്റെ കഥയൊക്കെ ആയത് കാരണം ഈ പടത്തിൽ 10 പാട്ടുണ്ട്. 10 പാട്ടും പിന്നെ ഒരു ചെറിയൊരു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പാട്ടും കൂടെ ഉണ്ട്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന് പറഞ്ഞ ഒരു ഇതൂടെ ഉണ്ട്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ ഇങ്ങനെ ഇതാകുന്ന ആൾക്ക് നാട്ടിലൊരു പ്രേമമുണ്ട്. എല്ലാം ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ മദ്രാസിൽ പോയാൽ രക്ഷപ്പെടും. ആരോ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കത്തുമായിട്ട് മദ്രാസിൽ ചെന്ന് ഇന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് സിനിമയിൽ പാടാൻ അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ ഈ മനുഷ്യന് പോകാനുള്ള വണ്ടിക്കൂലിക്ക് പോലുള്ള കാശില്ല. അപ്പം ഇയാളുടെ അടുത്തുള്ള വീട്ടിലെ ഇയാളുടെ കാമുകിയും കൂടി ആയിട്ടുള്ള ശാരദ തന്നെയാണ് പേര്. ശാരദ കാതിൽ കിടന്ന കമ്മലും പിന്നെ ഇവരിങ്ങനെ ഒരു കുടുക്കയിൽ പൈസ ഇട്ട്, അച്ഛനൊരു പെയിൻ്ററാണ് ശങ്കരാടി, പുള്ളി ബോർഡ് എഴുതുകയൊക്കെ ചെയ്ത് അല്ല പടം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നൊരു വളരെ രസകരമായിട്ട് ആ മനുഷ്യൻ ഇരുന്ന് ഈ പടം ശരിക്കും ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഇവർ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരത് അത് കേൾക്കുന്നുണ്ടാകും, അതിന് മറുപടി പറയും. പക്ഷേ ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഈ പടം വരയ്ക്കുന്നതിലായിരിക്കും. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അത് വളരെ രസമായിട്ട് തന്മയത്വത്തോട് കൂടിയിട്ട് ശങ്കരാടി ചെയ്തിട്ടുണ്ട്. ശങ്കരാടിയുടെ മകള് ശാരദ, ഇവളെ ഈ കാതിൽ കിടക്കുന്ന കമ്മലൂരി, അത് അവളുടെ ശരീരത്തിലുള്ള ആകെ ഒരു പൊന്ന് എന്ന് പറയാൻ പറ്റുന്ന ഒരു പൊൻതരി അത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഊരി അത് വിറ്റ്, അതുപോലെ കുടുക്ക പൊട്ടിച്ചിട്ട് കുടുക്കയിൽ അവള് പലപ്പോഴായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന പൈസ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊക്കെയാണ് ഈ നസീറിന് മദ്രാസിൽ പോകാനായിട്ടുള്ള ഇത് കൊടുത്തു വിടുന്നത്. അപ്പം ഇയാൾക്ക് ആദ്യം പോകാനായിട്ട് താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ശങ്കരാടി തന്നെ ഇയാളോട് പറയുന്നുണ്ട്, ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ചവിട്ടി കയറാനുള്ളതാണ് ഏണി. അതിൽ കയറുന്ന ഏണിയുടെ ബലം കൊണ്ട് മാത്രമല്ല, ചവിട്ടി കയറുന്നവന്റെ ചങ്കൂറ്റം കൊണ്ടുകൂടിയാണ്. നീ കയറാൻ നോക്കെന്നും പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശം അവസാനം ശങ്കരാടിക്ക് തന്നെ വലിയ വിനയായിട്ട് വരികയാണ്. കാരണം ഇയാൾ ഇതിങ്ങനെ അതങ്ങനെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നി. അന്ന് ഒന്നും മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഇത് പിൽക്കാലത്തല്ല അതിനു മുമ്പ് വന്ന ചില നോവലുകളിലും സിനിമകളിലും ഒക്കെ പ്രാധാന്യത്തോടുകൂടി വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഏണിപ്പടികൾ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ വന്നിട്ടുണ്ട്. തകഴിയുടെയാണ് പ്രസിദ്ധമായിട്ടുള്ള കൃതി. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ ഏണിപ്പടി ചവിട്ടി കയറുക, പിന്നെ താഴോട്ട് തിരിഞ്ഞ് നോക്കരുത്, ചവിട്ടി കയറി പോവുക, ചങ്കൂറ്റാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു സാധനം ഈ നസീറിനെ വളരെയധികം സ്വാധീനിക്കും. നസീർ ഇതുമായിട്ട് പോയി മദ്രാസിൽ അവിടെ ചെന്ന് ഇയാളെ സഹായിക്കാൻ അവസരം കൊടുത്ത ഒരു സൊസൈറ്റി ലേഡി ഉണ്ട്. ടി ആർ ഓമനയാണ് ആ വേഷം ചെയ്യുന്നത്.
അവരുടെ മകള് ജയഭാരതി. അപ്പൊ അവര് നസീറിനെ ശരിക്കും അവരുടെ മകനെ പോലെ അങ്ങോട്ട് മരുമകനെ പോലെ സ്വീകരിക്കുകയാണ്. അവരുടെ ഹെൻപെക്ഡ് ആയിട്ടുള്ള, അതായത് ഈ ഭാര്യ വരയ്ക്കുന്നവരെ തന്നെ നിന്ന് വളരുന്ന ഒരു ഭർത്താവായിട്ട് അടൂർ ഭാസി ചെയ്തിട്ട് ഒരു വേഷമുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വേഷമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇയാൾ അവിടുന്ന് ഈ TR ഓമനയുടെ ഒക്കെ സഹായത്തോട്, സൊസൈറ്റി ലേഡി ആയിട്ടുള്ള അവരുടെ സഹായത്തോട് കൂടിയിട്ട് സിനിമയിൽ പാടാൻ അവസരം കിട്ടുന്നു. പടിപടിയായിട്ട് ഉയരുന്നു, ഉയർന്ന് വലിയ സ്ഥാനത്തെത്തുന്നു. അങ്ങനെ വന്നിട്ട് അതോടുകൂടി ഇവിടെ വീട്ടിലെ ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. വീട്ടിൽ സ്വൈര്യം ഇല്ലാണ്ടാകുന്നു. ഇയാൾ ഹോട്ടൽ മുറിയിൽ പോയി കിടക്കേണ്ടി വരുന്നു, മദ്യപാനത്തിന് അടിമയാകുന്നു, സിഗരറ്റ് വലി, ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ പോയിട്ട് ഇയാളുടെ പ്രൊഫഷൻ തകർന്നു പോവുകയാണ്. അങ്ങനെ ഇയാൾക്ക് പാട്ട് പാടാനായിട്ടുള്ള അവസരങ്ങൾ കുറയുന്നു. വിളിച്ചാൽ സമയത്തിന് വരില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ പാട്ട് പാടാനുണ്ടല്ലോ, എനിക്ക് സമയമില്ല, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഗായകൻ എന്നൊക്കെ ചോദിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ ചൂടാകുകയൊക്കെ ചെയ്യുന്നു. ആരും കഴിവുള്ളവരെ ആ ഒരു കഴിവിൻ്റെ പേരിൽ ബഹുമാനിക്കും, സ്നേഹിക്കും എന്നുള്ളതല്ലാണ്ട് ഇവർക്കും ഇല്ലേ അഭിമാനബോധം, ഈഗോ എന്നൊക്കെ പറയുന്നത്. അപ്പം അയാൾക്ക് പകരം, നസീറിന് പകരം വേറൊരാളെ അന്വേഷിക്കുന്നു. അങ്ങനെ പകരം വരുന്ന ഒരാളുണ്ട്. അത് ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ വേഷം ചെയ്തത്. ശരിക്ക് ഞാൻ ഇത് വിലയ്ക്ക് വാങ്ങിയ വീണയെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന പുള്ളി മാവൂർ വാളിയർ റയോൺസിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നാണ് അന്ന് വായിച്ചുള്ള അറിവാണ്. എഞ്ചിനീയർ ആയിരുന്നു, സുമുഖനാണ്, നല്ല ഹൈറ്റുള്ള സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം അന്ന് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ നിന്ന് സ്ഥിരം ലളിതഗാനങ്ങളൊക്കെ പാടുമായിരുന്നു. അങ്ങനെ ധാരാളം പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് ഈ ഗിരീഷ് കുമാർ എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ, ആകാശവാണി മാത്രം പാടിയാൽ പോരല്ലോ, സിനിമയിൽ ഒരു പിന്നണി ഗായകനാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മദ്രാസ് ചെല്ലുകയും ചിലരെയൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ CAD നസീറും ഒക്കെ സംവിധാനം ചെയ്ത വേണുവിൻ്റെ അടുക്കലെത്തി. വേണു നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല മിടുക്കൻ, 6 അടി പൊക്കമുണ്ട്, സുമുഖനാണ്, സുന്ദരനാണ്, അരോഗ ദൃഢഗാത്രൻ, നീ പാടാനും നിൽക്കേണ്ട, നീ അഭിനയിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു വേഷം കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് 909 ഇൻ കേരളത്തിൽ ഡിറ്റക്റ്റീവ് 909 കേരളത്തിൽ എന്ന് പറഞ്ഞ പടത്തിലെ പുള്ളിക്കൊരു മേജർ റോളും ഒക്കെ കൊടുത്ത് ഈ ഗിരീഷ് കുമാറിനെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ്. തുടർന്ന് CAD നസീർ, പിന്നെ ടാക്സിക്കാർ, അങ്ങനെ പറഞ്ഞ കുറേയേറെ പടങ്ങൾ, കാറ്റ് വിതച്ചവൻ എന്ന് പറയുന്ന പടം, ഇതിലൊക്കെ. അതുപോലെ ഇതിൽ വിലയ്ക്ക് വാങ്ങിയ വീണയിൽ ഇയാൾക്ക് പകരമായിട്ട്, നസീറിന് പകരം ഒരു പാട്ട് പാടാനായിട്ട് വരുന്ന ആളായിട്ട് ഇയാളാണ്, ഗിരീഷ് കുമാറാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗിരീഷ് മഞ്ജുലാസ് ദേവി എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, പ്രേം നസീർ ഒരു സംവിധായകനായിട്ട് അതിൽ ഒരു സിനിമ, ഒരു പരീക്ഷണ ചിത്രം എടുക്കുന്നതും അതിൽ തുടക്കത്തിൽ തന്നെ ഒരു പാട്ടുണ്ട്, കറുത്ത സൂര്യനുദിച്ചു കടലിൽ വീഞ്ഞു തിളച്ചു എന്ന് പറഞ്ഞൊരു പാട്ടിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ആ രംഗത്ത്, ആ സിനിമയിലെ ആ രംഗത്ത് ഒരു ഭ്രാന്തനാണ് ഈ പാട്ട് പാടുന്നത്. ഒരു അത്യാധുനിക സിനിമയായിരുന്നു അത്. അതിലൊരു ഭ്രാന്തൻ പാടുന്നതായിട്ടാണ്, ആ ഭ്രാന്തന്റെ വേഷത്തിൽ വരുന്ന ആൾ ഈ പാട്ട് പാടുന്നതായിട്ട് വരുന്നത് ഈ ഗിരീഷ് കുമാറായിരുന്നു. അപ്പം ഗിരീഷിന് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് സ്വയം ഒരു നല്ല ഗായകനായതുകൊണ്ടുമായിരിക്കും ഈ പാട്ട്, ഇതില് നസീറിന് പകരം പാടാൻ വരുന്ന പാട്ട്, കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയിരിക്കുന്ന റോളിൽ, ആ വേഷത്തിൽ വന്നിരിക്കുന്ന ഗിരീഷ് കുമാറാണ്. ജയചന്ദ്രനാണ് ആ പാട്ട് പാടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 പാട്ടുണ്ട്. 10 പാട്ടിലെ ഒരു പാട്ട്, ഇനിയുറങ്ങൂ, അതൊരു 2 പ്രാവശ്യം, ഒന്ന് സന്തോഷ ഭാവത്തിൽ പാടുന്നു, പിന്നൊന്ന് ദുഃഖഭാവത്തിൽ പാടുന്നതായിട്ട് ആ പാട്ട് 2 പ്രാവശ്യം പാടുന്നുണ്ട്. പിന്നെ തുടക്കത്തില് ശ്രീകുമാരൻ തമ്പി 4 പാട്ട് എഴുതിയിരിക്കുന്നത്, ബാക്കി പാട്ടുകൾ എഴുതിയിരിക്കുന്നത് P. ഭാസ്കരനാണ്. ട്യൂൺ ഇട്ടിരിക്കുന്നത്, ഇത്രയും പാട്ടുകളുള്ളതുകൊണ്ടും ഗായകന്റെ കഥയായതുകൊണ്ടുമായിരിക്കും, ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു ആ ചുമതല ഏറ്റെടുത്തത്. ഗംഭീര പാട്ടുകളായിരുന്നു. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, അങ്ങനൊരു പാട്ട്. അതുപോലെ ബ്രഹ്മാനന്ദം പാടിയൊരു പാട്ടുണ്ട്, ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു. നല്ല രസമായിട്ട് ബ്രഹ്മാനന്ദൻ അസലായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെയുള്ളത് യേശുദാസ്, ഇയാളുടെ അച്ഛൻ പറഞ്ഞല്ലോ ഒരു ഭാഗവതരായിരുന്നു. ഭാഗവതരുടെ ഒരു സ്വത്തായിട്ട് വെച്ചിരുന്ന ഒരു വീണയുണ്ട്. ആ വീണ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ, ഇത് പലിശയ്ക്കൊക്കെ ആയിട്ട് കടം വാങ്ങിച്ചിരിക്കുന്നവരൊന്ന് കാശ് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഒരു പാട്ട് വന്ന്, ഞാൻ ഈ വീണ കൊണ്ടുപോകണം, എനിക്ക് വീണ മതി എന്ന് പറഞ്ഞാൽ വീണ എടുത്തുകൊണ്ട് പോകാനൊക്കെ തുടങ്ങുമ്പോൾ ആ സമയത്തുള്ളൊരു പാട്ടുണ്ട്, ഇഴനൊന്തു തകർന്നൊരു മണി വീണ ഞാൻ, ഇടനെഞ്ചിലപശ്രുതി മാത്രം,
ഇതൾ വാടിക്കരിയുന്ന കദളി മുകുളം ഹൃദയത്തിലെരിവേനൽ മാത്രം. അങ്ങനെ ഒരു പാട്ട്, നല്ലൊരു പാട്ടാണ്. പിന്നെ ഈ 10 പാട്ടുകൾ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. യൂട്യൂബിലൊക്കെ കിട്ടുന്ന പാട്ടുകളാണ്. സുഖം എവിടെ ദുഃഖം എവിടെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ അതിന്റെ ക്ലൈമാക്സ് ഗാനം അതിഗംഭീരമായിട്ടൊരു പാട്ടാണ്. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും, അത് രാഗമാലികയാണ്, പല പല രാഗത്തിലായിട്ടുള്ള. അത് നസീറിന്റെ അഭിനയം വളരെ ശ്രദ്ധിക്കേണ്ട. നസീറിന് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറെ പേരെ പറയുന്നുണ്ടല്ലോ. അവര് ശരിക്കൊന്ന് കണ്ടു നോക്കേണ്ട ഒരു സാധനമാണ്. നസീർ ആ പാട്ട് പാടുമ്പോൾ ശരിക്കും നെഞ്ചു പൊട്ടി പാടുക എന്നൊക്കെ പറയില്ല, എന്ന് പറയുന്ന പാടുമ്പോഴത്തേക്കും ഈ കഴുത്തിൽ ഇവിടുത്തെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ പെടച്ചു വരുന്നത് ശരിക്കും നസീർ പാടുവാണെന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഈ ഇതിലെ കാട്ടിലെ പാഴ്മുളത്തണ്ടിൽ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ഈ ഗായകൻ അവസാനം മരിച്ചു പോകുന്നതായിട്ടാണ്. ഇതില് ജോസ് പ്രകാശിന് വേഷമുണ്ട്, ശങ്കരാടിയുണ്ട്, മുത്തയ്യ അഭിനയിച്ചിട്ടുണ്ട്, അടൂർ ഭവാനി, ജയഭാരതി, ടി ആർ റോമന, അടൂർ ഭാസി, ബഹദൂർ, ഇവരെല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. വൻ ഹിറ്റായിട്ട് മാറിയൊരു പടം കൂടെയായിരുന്നു. വലിയ സാമ്പത്തിക വിജയം നേടിയ ഒരു ചിത്രമായിട്ട് മാറിയതാണ് ഈ വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന് പറയുന്നത്.